ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള പാലട പായസം റെസിപ്പിയാണ്. നമ്മളിന്ന് പായസം വയ്ക്കുന്നത് വേമ്പനാടെന്നുള്ള ബ്രാൻഡിൻ്റെ പാലട പായസം മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 65 റുപ്പീസാണ്. നമുക്കൊരു 5 പേരൊക്കെ ഉള്ള വീട്ടിൽ വളരെ സുഖമായിട്ട് പായസം വെച്ച് സാധാരണ നമ്മൾ വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ്. 250 ഗ്രാമാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇതിലവർ പറയുന്നത് ഈ മിക്സിൽ ഉൾപ്പെടുന്നത് പാലടയ്ക്കുള്ള അട, പിന്നെ ഷുഗർ, കാഷ്യൂ നട്ട്സ്, മുന്തിരി, പിന്നെ ഏലക്ക, ഇത്രയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഈ പറയുന്ന സംഭവങ്ങളെല്ലാം മിക്സിലുണ്ടോ എന്നൊന്ന് നോക്കാം. ആകെ ഒരേ ഒരു പാക്കറ്റാണ് ഉള്ളത്. ആ പാക്കറ്റിൽ തന്നെ എല്ലാം ഉണ്ട്. ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഏറ്റവും കൂടുതൽ പഞ്ചസാരയാണ്, പിന്നെ അട, അതുപോലെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാം ഉണ്ട്. കാഷ്യൂ നട്ട്, ഏലക്ക, ഉണക്കമുന്തിരി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പായസം വെച്ച് കൊടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലോട്ട് നമ്മൾ പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വലിയൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാലിൽ പറയുന്നത് 1 ലിറ്റർ പാൽ വേണം എന്നാണ്. നിങ്ങൾക്ക് പാലിലേക്ക് അളവിൽ വ്യത്യാസം വരുത്താം. വേണമെങ്കിൽ കുറച്ച് കട്ടി കുറവായിട്ട് പായസം അല്ലെങ്കിൽ ചായ ആ ടൈപ്പൊക്കെ പാലിന് കട്ടി കുറവായിട്ടാണ് ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് പാലിൻ്റെ അളവ് കുറയ്ക്കാം. അല്ലെങ്കിൽ കുറുകിയ പായസം അതൊക്കെ വേണം എന്നുള്ളവർക്ക് പാലിൻ്റെ അളവ് കൂട്ടാം. അപ്പം ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഞങ്ങൾ 2 കപ്പിനും 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാലിന് നല്ല കട്ടിയുള്ള പാലാണ്, മുരളിയുടെ പാലാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാലും ഈ വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാലട മിക്സ് കട്ട് ചെയ്ത് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അവർ പറയുന്ന ടൈം എന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് ആണ് ഈ പാലട പായസം വെച്ച് റെഡി ആവാൻ വേണ്ടതെന്നാണ്. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് 1 മണിക്കൂർ എങ്ങനെയൊക്കെ പോയാലും 1 മണിക്കൂർ വേണ്ടി വരും നന്നായിട്ട് വെന്ത് വരാൻ. അതും അടച്ചിട്ട് വേവിച്ചാൽ മാത്രമാണ് ഈ 1 മണിക്കൂർ തികയുന്നത്. ഇല്ല, തുറന്നാണ് വേവിക്കുന്നതെങ്കിൽ 1.5 മണിക്കൂർ എന്തായാലും വേണം. അതായത് അടയ്ക്ക് നല്ല വേവുള്ള അടയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകി വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 സ്പൂൺ മിൽക്ക് മെയ്ഡൊക്കെ ആയിരിക്കും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് കൂടി ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്വീറ്റ്നെസ് ആണ്. മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ നന്നായിട്ട് വേവിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മിക്സിൽ ഇപ്പോൾ ഒരു പായസം റെഡി ആയിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരു സർവിങ് ബൗളിലോട്ടാക്കുക. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ വീട്ടിലെ അട വാങ്ങി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റൊക്കെ തന്നെയാണ്. ടേസ്റ്റിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. സോ ഇതുപോലെ എളുപ്പപ്പണിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.